നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നറായി വന്നത് അനിമോളാണ്. അപ്പം ഷാനവാസിക്കയാണ് തേർഡ് റണ്ണറപ്പ്, അനീഷ് സെക്കൻഡ് റണ്ണറപ്പ്. എല്ലാ ആളുകളും വിചാരിച്ചത്, ഷാനവാസിക്ക പോയപ്പോൾ എല്ലാ ആളുകളും വിചാരിച്ചത് അനീഷേട്ടൻ വിന്നറായി വരുമെന്നാണ്. പക്ഷേ ആ ഒരു ഇതെല്ലാം മറികടന്ന് അനുമോള് വിന്നറായി വന്ന് അത് എല്ലാ കണ്ടസ്റ്റൻറ്റുകൾക്കും വലിയൊരു അടിയാണ് കിട്ടിയത്. കാരണം ഇപ്പോൾ എല്ലാവരും പറയാമല്ലോ, അനുമോൾക്ക് PR ഉണ്ട് ഉണ്ടെന്ന് 16 ലക്ഷം രൂപയുടെ PR ഉണ്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ എവിഡൻസോ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തതിൻ്റെ ഒക്കെ ഒരു തെളിവും ഇല്ല. ഇതൊരു PR ഡ്രാമയാണ്. ഒരാളെ കളിയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ അനുമോൾക്ക് PR-ൻ്റെ ഒരു ആവശ്യവും പുറത്ത് PR കൊടുക്കേണ്ട ഒരു ആവശ്യവും. കാരണം അനുമോൾക്ക് ബിഗ് ബോസ് ഹൗസിൽ തന്നെ PR ഉണ്ട്. ഇപ്പോൾ റീ എൻട്രി നടത്തിയ കുറച്ച് കണ്ടസ്റ്റൻസ്, ഇപ്പോൾ ശൈത്യ, ബിൻസി, ബിന്നി, അപ്പാനി, അക്ബർ, ആര്യൻ, ഇവരാണ് അനുമോളുടെ ബിഗ് ബോസ് ഹൗസിലെ PR. അവർ അനുമോളുമായിട്ട് നിരന്തരം പ്രശ്നം ഉണ്ടാക്കുകയാണ്. ബിൻസിയും ശൈത്യയൊക്കെ ഇങ്ങനെ സരികയും ഇവരൊക്കെ നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും അനുമോളൊരു പാവമാണ്. കാരണം അവർ പല രീതിയിലും അനുമോളെ ഇതാക്കാൻ വേണ്ടിയിട്ട്, പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പല പണികളും കാണിക്കും. ഈ കാണിച്ച ആളുകൾ ഇവർ വിചാരിച്ച് ഇവർ ഈ കാണിക്കുന്ന ഈ സംഭവം ഭയങ്കര വലിയതാണെന്നാണ് അവർ കരുതിയിട്ടുള്ളത്. പക്ഷേ പുറത്ത് കാണുന്ന ജനങ്ങൾക്കും പിന്നെ അതിൻ്റെ അകത്തുള്ള ആളുകളെയും വെറുപ്പിച്ച്, പുറത്തുള്ള പ്രേക്ഷകരെയും വെറുപ്പിച്ച് അവരെല്ലാവരും, ബിൻസിയും ശൈത്യയും സരികയും പിന്നെ ആര്യനും അക്ബറൊക്കെ. അതുകൊണ്ട് അനുമോൾക്ക് പുറത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നില്ല, അകത്ത് തന്നെ കൊടുത്ത് അനുമോൾ വിന്നറായി. അനുമോൾ വിന്നറായപ്പം ചില ആളുകളുടെ മുഖഭാവം ഒന്ന് കാണാൻ, ഇപ്പോൾ ശൈത്യയുടെ ഒക്കെ എന്താ പറയുക, വലിയൊരു അസൂയയുടെ, വലിയൊരു വൈരാഗ്യത്തിൻ്റെ ഒരു മുഖഭാവമായിരുന്നു ശൈത്യയ്ക്കുണ്ടായിരുന്നു. എന്താ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ അത് നിനക്കും കിട്ടണ്ട എന്നുള്ളൊരിതാണ്. അനുമോൾ തന്നെ പറഞ്ഞ് ഈ ശൈത്യയ്ക്ക് കട്ടപ്പ എന്ന പേരിട്ടത് അനുമോൾ തന്നെയാണ്. ഒരു 3 പ്രാവശ്യം വിളിച്ചെന്നാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് വെച്ച് അനുമോൾ പറഞ്ഞു. ഈ എന്താ പറയുക, അനുമോൾക്ക് ഈ പൈസ മാത്രമല്ല, വലിയൊരു സമ്മാനം കിട്ടി. അനുമോൾക്കൊരു കാറ് വരെ ബിഗ് ബോസും കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഏഷ്യാനെറ്റും സമ്മാനം കൊടുത്ത് വലിയൊരു എന്താ പറയുക, വലിയൊരു അനുമോളെ കഷ്ടപ്പെടുത്തിയ, വിഷമിപ്പിച്ച ആളുകൾക്കുള്ളൊരു വലിയൊരു മധുരമായിട്ടുള്ളൊരു സ്വീറ്റ് റിവെഞ്ചാണ് അനുമോൾ ബിഗ് ബോസ് നടത്തിയത്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ടായി. ഈ അക്ബറിൻ്റെ ഭാര്യ ഒരു പണി നടത്തി. ഈ സഹതാപത്തിൻ്റെ വോട്ട് പിടിക്കാനായിട്ടൊരു പ്ലാൻ അക്ബറിൻ്റെ ഭാര്യ നടത്തിയാൽ ഫസ്റ്റ് വീക്ക് തൊട്ട് ഈ അനുമോളുടെ PR അവരെ അറ്റാക്ക് ചെയ്യുന്നത്, ഇതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി വന്നു സഹതാപത്തിൻ്റെ വോട്ട് പിടിക്കാൻ. പക്ഷേ ഈ പറയുമ്പോൾ അവരൊന്ന് വിചാരിക്കണം, ഇത് കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരല്ല. ഒരു തെളിവുമില്ലാതെ വെറുതെ അങ്ങ് വന്ന് എന്താ പറയുക, ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ വളരെ എന്താ പറയുക, ഭയങ്കര പാവം നിസ്സഹായ അവസ്ഥയിൽ നിന്നുള്ള സംസാരം, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ഇട്ടാൽ പക്കയായി. അവർ തെളിവൊന്നും കാണിക്കുന്നില്ല, വെറുതെ വന്ന് ഇങ്ങനെ പറയുക അക്ബറിനെ വെള്ളപൂശാനായിട്ട്. അക്ബറിന് തീരാറായപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അക്ബറിന് നല്ല ഹെയ്റ്റേഴ്സ് പുറത്തുണ്ട്. കാരണം അക്ബർ ആ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളാണ് അക്ബർ. പുറത്തിറങ്ങാറായപ്പോൾ അക്ബറിന് സംശയം, എനിക്ക് നെഗറ്റീവായി കഴിഞ്ഞ ആളുകൾ തന്നെ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങും, ചിലപ്പോൾ അത് അക്ബറിൻ്റെ കരിയർ തന്നെ ബാധിച്ചാലോ എന്നൊരു ഭയം കൊണ്ട് അക്ബർ പ്ലേറ്റ് തിരിച്ച് അതെല്ലാം കൂടെ അനുമോളുടെ PR-ൻ്റെ തലയിലാക്കി. അനുമോളുടെ PR നമ്മുടെ വീട്ടിൽ ഫാമിലിയൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് പറഞ്ഞത് ആരാന്നറിയാം? ആര്യൻ്റെ അമ്മയുടെ ഫേസ്ബുക്കിലൊക്കെ വന്ന് ഇവർ
അനുമോളുടെ PR തെറി പറയുന്നത് ചീത്തയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. ആര്യൻ വന്ന അന്ന് തൊട്ട് ഈ റീഎൻട്രി നടത്തിയത് വരെ നുണകൾ മാത്രമല്ലാതെ ഉടായ്പകൾ മാത്രമല്ലാതെ അവൻ നല്ലതൊന്നും ചെയ്തിട്ടോ നല്ലതൊന്നും പറഞ്ഞിട്ടോ ഒന്നുമില്ല. എന്തായാലും അവൻ ഔട്ടായി പോയത് നന്നായി. അവനൊരു ഡയമണ്ട് നെക്ലേസ് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു, അത് നല്ലൊരു കാര്യം. പിന്നെ ഇത് ആയപ്പോൾ അക്ബറിന് ഭയമായി. അങ്ങനെ എല്ലാവരും കൂടെ അനുമോളെ പിന്നെ മറ്റേ പാട്ടാക്കേഴ്സ് ആദില നൂറ അവരുടെ രണ്ടുപേരുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പോൾ ഒട്ടുമിക്ക ജനങ്ങൾക്കും മനസ്സിലായി, പ്രത്യേകിച്ച് ആദിലയുടെ. അനുമോള് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കേസ് പറഞ്ഞായിരുന്നു. അത് അനുമോള് ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അത് അനുമോളുടെ നമ്പരും അതുപോലെ തന്നെ അവരുടെ രണ്ടുപേരുടെ നമ്പർ പുറത്തിറങ്ങിയിട്ടുള്ള കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പരും ഇതൊക്കെ ആയിരുന്നു. പക്ഷെ അത് ആദില വേറെ രീതിയിൽ എടുക്കുക, അക്ബറിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഇത് ആണെന്നാണ് ആദില പറഞ്ഞു വരുത്തി. അവര് പക്ഷേ ഈ ബേബീസ് വിചാരിച്ചത്, ആദില വിചാരിച്ചത്, നൂറ വിചാരിച്ചത് ടോപ്പ് 5-ലെത്തും. പിന്നെ ആദില മണി ടാസ്കിൽ പൈസയും കൊണ്ട് പോകുന്നതാണ് പ്ലാൻ ചെയ്തത്. അതെല്ലാം മോഹൻലാൽ പൊളിച്ചടുക്കി കൈ കൊടുത്തിട്ടുണ്ട്. ജയിക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നത്, അല്ലാതെ ഇവർക്കായിട്ടൊരു പ്രത്യേക കാശ്, ജയിക്കുന്ന ആൾക്കൊരു പ്രത്യേകമായിട്ട് ക്യാഷൊന്നുമില്ല, ആളുടെ കയ്യിൽ നിന്ന് പോകും. അതെല്ലാം പൊളിഞ്ഞ്. പിന്നെ അവരുടെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കി. ഷാനവാസിക്ക് എനിക്ക് തോന്നുന്നു അനുമോള് അനീഷിൻ്റെ ഓപ്പോസിറ്റ് വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം പുള്ളിക്കാരൻ പറഞ്ഞ്, ഞാൻ കരുതിയത് ഞാനും അനീഷും ഷാനവാസിക്ക് അനീഷും ഇടവും വലവും നിൽക്കുമെന്നാണ് കരുതിയത്. പക്ഷെ എന്ത് ചെയ്യാൻ, ആ വീട്ടിലെ ആളുകൾ തന്നെ അനുമോൾക്ക് PR ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പ്രേക്ഷകർ വോട്ട് ചെയ്യും. അനുമോളുടെ അമ്മയ്ക്കും ഫാമിലിക്കൊക്കെ ഭയങ്കര സന്തോഷം. അവരൊരു ലൈവ് ഞാൻ കണ്ടായിരുന്നു, ഫാമിലി എല്ലാവരും കൂടെ ചേർന്നത് ബിഗ് ബോസ് കാണുന്നത്. ഈ ബിഗ് ബോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന എൻ്റെ മൊത്തവും കമൻസ് അനീഷ് വിന്നർ, അനീഷ് റിയൽ വിന്നർ എന്നൊക്കെ പറഞ്ഞാൽ. അനീഷേട്ടനൊരു ഭാവിയുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു തമിഴ് ബിഗ് ബോസ് നടക്കുന്നുണ്ട്. തമിഴ് അറിയാമെങ്കിൽ അവിടെ വൈൽഡ് കാർഡായിട്ട് പോയാൽ ജയിക്കാം. ആകെ അനുമോളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിച്ചത് കുറച്ച് പേര് മാത്രമേ. ലക്ഷ്മി, മസ്താനി, പ്രവീൺ, ഇവരാണ് അനുമോളുടെ വിജയത്തിൽ ആത്മാർത്ഥമായി സന്തോഷിച്ചത്. ബാക്കിയൊക്കെ ഒരു ബോധിപ്പിക്കാൻ വേണ്ടി, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് കാണിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാവരുടെയും മനസ്സിൽ വൈരാഗ്യം തന്നെയാണ്, ഇഷ്ടക്കേടാണ്. പക്ഷെ എനിക്ക് ലക്ഷ്മിയുടെ ആ ഒരു സംസാരവും ലക്ഷ്മിയുടെ പോസിറ്റീവായിട്ടുള്ള മറുപടിയൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായിരുന്നു. അതുപോലെ തന്നെ മസ്താനിയുടെ ഉള്ള നെഗറ്റീവ് എല്ലാം, ബിഗ് ബോസിൽ വന്ന നെഗറ്റീവ്, ആ നെഗറ്റീവ് മൊത്തം ബിഗ് ബോസിൽ തന്നെ കുഴിച്ചിട്ടിട്ടാണ് മസ്താനി പോയത്. പിന്നെ പ്രവീണും നല്ല സപ്പോർട്ടായിരുന്നു. ശൈത്യക്കാണ് ഏറ്റവും കൂടുതലും കുരു പൊട്ടിയ ആള്. ബിൻസിക്കുണ്ട്, ബിൻസി പിന്നെ പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. അനുമോളുടെ വിജയത്തിന് ശേഷം ഉറക്കം കെടാൻ പോകുന്ന കുറച്ച് പേരാണ് ശൈത്യ, ബിൻസി, ബിന്നി, സരിയ, ആര്യൻ. ഇവർക്കാണ്, അക്ബർ, ഇവർക്കാണ് ഉറക്കം കെടാൻ പോകുന്നത്. അപ്പാനി, സത്യത്തിൽ അപ്പാനി ആ ഒരു 90 ഡേയ്സ് 90 ദിവസം വരെയൊക്കെ നിൽക്കാനായിട്ടുള്ളൊരു യോഗ്യതയുള്ള ഒരാളായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പുള്ളിക്കാരൻ എവിക്റ്റായി പോയത്. കാരണം എന്ന് വെച്ചാൽ പുള്ളി എന്ത് പറഞ്ഞാലും പെട്ടെന്ന് തന്നെ ചാടി ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് എല്ലാ ഇതിലോടും. അതുകൊണ്ടാണ് പുള്ളി 33-ാമത്തെ ദിവസം എവിക്റ്റായി പോയത്. അല്ലായിരുന്നു പുള്ളി 90 ദിവസവും അല്ലെങ്കിൽ ഒരു 7 അതുവരെ എത്തിയാണ്. പിന്നെ എനിക്ക് കൂടുതലായിട്ടും ഒന്നും പറയാനില്ല. ഇനിയുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ആകെ ഉണ്ടായിരുന്നൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ടൈം പാസ് ആയിരുന്നു ബിഗ് ബോസ്. ഇന്നലെ അത് തീരാറായപ്പോൾ മനസ്സിനെന്തോ
എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെയോ കുഴിഞ്ഞു പോയതുപോലെ ഭയങ്കര ഒരു വിഷമം. ഇനി ഈ പരിപാടി ഇല്ലല്ലോ എന്നോ ഓർക്കുമ്പോൾ വിഷമം. അപ്പോൾ ഉടനെ തന്നെ സീസൺ 8 പണിയുമായിട്ട് വരും എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുമോളുടെ വിജയത്തിൽ ഞാനും സന്തോഷിക്കുന്നു. വലിയൊരു വിജയമാണ് ബിഗ് ബോസിൽ നിന്ന് അനുമോൾക്ക് കിട്ടിയത്. പണവും കിട്ടി, കാറും കിട്ടി, ട്രോഫിയും കിട്ടി. അനുമോൾക്ക് എൻ്റെ കൺഗ്രാറ്റ്സ്.